കിട്ടിപ്പോയി. ഞങ്ങളെ തിന്നാൻ പോവുകയാണോ? പിന്നല്ലാതെ. ഓക്കെ, പക്ഷേ തിന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും? നാളെയോ? അതെ, വിശപ്പ് മാറ്റാൻ വല്ലതും പിടിച്ച് തിന്നണ്ടേ? അതൊക്കെ ഞങ്ങൾ പിടിച്ചോളാമേ. അതിന് സ്ഥിരം സൂത്രം വല്ലതും വേണ്ടേ? സ്ഥിരം സൂത്രമാ? അതെ, ചെടികൾക്ക് പോലും സ്ഥിരം സൂത്രമുണ്ട്. കേട്ടിട്ടില്ലേ ഇര പിടിക്കുന്ന ചെടിയെപ്പറ്റി? പശയിൽ വീഴ്ത്തി ഇരയെ പിടിക്കുന്ന ചെടിയുണ്ട്. അതെ, ചെടിയിൽ പാത്രം പോലുള്ളൊരു ഭാഗമുണ്ട്. അതിൽ പശ പോലെ ഒരു തരം കുഴമ്പ്. ഈച്ചയും കൊതുകുമൊക്കെ അതിൽ വന്ന് വീഴും. പിന്നെ പുറത്തു കിടക്കാൻ പറ്റില്ല. ചെടി പിന്നെ പതുക്കെ പതുക്കെ അതിനെ തിന്നു തീർക്കും. ഓ, ചേട്ടന്മാർക്കും പശസൂത്രം പരീക്ഷിക്കാവുന്നതല്ലേ? അതെ, പശയും പാത്രമൊക്കെ ഞങ്ങൾ തന്നെ റെഡിയാക്കാം. ഓക്കെ, രണ്ടുപേർക്കുള്ള പശപാത്രം റെഡി. എന്താ ഇതിൻ്റെ സൂത്രം? പക്ഷികൾ പറന്നു വന്ന് പശയിലിരിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കും. പിന്നെ അവരെ പിടിച്ചു നിന്നാൽ മാത്രം മതി. പക്ഷെ കൂടുതൽ പക്ഷികൾ വന്നിരുന്നാൽ വള്ളി പൊട്ടുമോ എന്ന് നോക്കണം. രണ്ടുപേരും പാത്രം ഒന്ന് വലിച്ചു നോക്കണം. വില ഉറപ്പ് വരുത്താനാ. ആ ബലമുണ്ട്. ഒന്നുകൂടി ആഞ്ഞ് വലിച്ചു നോക്ക്. വലിച്ചു. അയ്യോ, പൊട്ടി. പേടിക്കണ്ട, ഒരാഴ്ച കൊണ്ട് പശ മുഴുവൻ കഴുകിക്കളയാം. ഓ അല്ല, ഗ്ലോ.